ഇല്ല, ഡീനിന് ഒരു കാര്യവും നമ്മൾ അറിയിച്ചിട്ടില്ല, ഇവിടെ അറിയിച്ചിട്ടില്ല. ഡീനല്ല ഈ മരണവിവരം ഇവിടെ അറിയിച്ചത്. അവൻ PG പഠിക്കുന്ന നമ്മുടെ നാട്ടുകാരനായ ഒരു PG വിദ്യാർത്ഥിയെ വിളിച്ച് പറയുന്നത് അവന് സിദ്ധാർത്ഥിനൊരു കുഴപ്പമുണ്ടായി, ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണെന്ന്. അതേ സമയം വരെ ഡീന് ഇക്കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. ഡീൻ ഏത് നമ്പറിൽ വിളിച്ചെന്ന് നമുക്കറിയില്ല, ആരോ വിളിച്ച് പറഞ്ഞു വന്നു. ഡീന് ഒരിക്കലും ഒരാഴ്ച വരെ ഡീന് നമ്മളുമായിട്ട് മാതാപിതാക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അടുത്ത ആഴ്ച സിദ്ധാർത്ഥിൻ്റെ മരണം കഴിഞ്ഞ് പിറ്റേ ഞായറാഴ്ചയാണ് ഡീൻ ഇവിടെ ഈ വീട്ടിൽ വരുന്നത്, രണ്ടുപേരെയും കൊണ്ടുവന്നത്. അതുമാത്രമല്ല, ഓഡിയോയുടെ കാര്യം മാത്രമല്ല, എന്നോട് നേരിട്ട് വന്ന് പറഞ്ഞ കുറച്ച് കുട്ടികളുണ്ട്. ഞാനിവിടെ ഇരിക്കുമ്പോൾ അച്ഛാ സിദ്ധാർത്ഥനെ ഇങ്ങനെ കൊലപ്പെടുത്തിയതെന്നല്ല, സിൻജോയും അക്ഷയ് റഗാന് ഡാനിഷ് ഈ മൂന്ന് പേരും എനിക്ക് മുമ്പേ അറിയാമായിരുന്നു. സിൻജോ എനിക്കറിയില്ല, പേരും കേട്ടിട്ടില്ല. പിന്നെ ചെവിയിൽ ഒന്നിങ്ങനെ പറഞ്ഞിട്ട് പോയി. അതും മകൻ്റെ ബോഡി എടുത്ത് 10-15 മിനിറ്റ് ആയേ ഉള്ളൂ, കുറച്ച് സമയമേ ഉള്ളൂ. എനിക്കതുകൊണ്ട് കൂടുതൽ സമയം കേട്ടോണ്ട് നിൽക്കാൻ പറ്റില്ല. അവർ പറഞ്ഞ വാക്കാണ് സിദ്ധാർത്ഥിനെ റൂമിൽ കൊണ്ടുപോയിട്ട് കൊലപ്പെടുത്തിയതാണ് എന്നാണ് അവർ പറഞ്ഞത്. അതിനകത്ത് മറ്റൊരു കാര്യം കൂടെ, ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ എന്ന നിലയിൽ ചോദിക്കുകയാണ്, ഇപ്പോൾ ഇതിനകത്ത് ഡീൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും തനിക്ക് ഇടപെടാനാകില്ല, കുടുംബത്തെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഡീൻ വിശദീകരിക്കുന്നത്. അത് തനിക്ക് വീഴ്ചയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഡീൻ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. ഇക്കാര്യങ്ങളോട് കുടുംബം എന്താണ് പ്രതികരിക്കുന്നത്? ഇല്ല, ഡീനിന് ഒരു കാര്യവും നമ്മൾ അറിയിച്ചിട്ടില്ല, ഇവിടെ അറിയിച്ചിട്ടില്ല. ഡീനല്ല ഈ മരണവിവരം ഇവിടെ അറിയിച്ചത്. അവൻ PG പഠിക്കുന്ന നമ്മുടെ നാട്ടുകാരനായ ഒരു PG വിദ്യാർത്ഥിയെ വിളിച്ച് പറയുന്നത് അവന് സിദ്ധാർത്ഥിനൊരു കുഴപ്പമുണ്ടായി, ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണെന്ന്. അതേ സമയം വരെ ഡീന് ഇക്കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. ഡീൻ ഏത് നമ്പറിൽ വിളിച്ചെന്ന് നമുക്കറിയില്ല, ആരോ വിളിച്ച് പറഞ്ഞു വന്നു. ഡീന് ഒരിക്കലും ഒരാഴ്ച വരെ ഡീന് നമ്മളുമായിട്ട് മാതാപിതാക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അടുത്ത ആഴ്ച സിദ്ധാർത്ഥിൻ്റെ മരണം കഴിഞ്ഞ് പിറ്റേ ഞായറാഴ്ചയാണ് ഡീൻ ഇവിടെ ഈ വീട്ടിൽ വരുന്നത്, രണ്ടുപേരെയും കൊണ്ടുവന്നത്. അതിന് വരുന്നതിന് മുമ്പ് പുള്ളി പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടാണ് വന്നത്. കാര്യം വന്നാൽ നെടുമങ്ങാട് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇവിടെ വന്നു, എന്നോട് ചോദിക്കുന്നു ഡീൻ ഇവിടെ വരട്ടെ, ഡീൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളോ നാട്ടുകാരോ ആക്രമിക്കുമെന്ന്. ഞാൻ ചോദിച്ചു, എന്തിനാണ് ഞാൻ ആക്രമിക്കുന്നത്? ഡീൻ എന്താ വലിയ കുറ്റം ചെയ്തോ? അതല്ല, ഒന്ന് അറിയണം, നിങ്ങൾ എന്തെങ്കിലും ഡീനിനെ ചെയ്യുമെന്ന്. അപ്പോൾ ഇത്രയും വലിയ കുറ്റം ചെയ്ത ഡീനിന് പേടിയുണ്ട് ഇവിടെ വരാനായിട്ട്. ഞാൻ പറഞ്ഞു, പുള്ളി വരട്ടെ, പുള്ളിയുടെ റൈറ്റ്സ് അല്ലേ ഇവിടെ വരാനായിട്ട്, പുള്ളി ഒന്ന് നോക്കട്ടെ, പുള്ളിയുടെ വിദ്യാർത്ഥിയല്ലേ. വന്നു പോയി. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുള്ളി ഇവിടെ വന്നു. നെടുമങ്ങാട് പോലീസിൽ SI കൂട്ടിയാണ് വന്നത്, പ്രൊട്ടക്ഷനോട് കൂടി. ഓക്കെ, അത് അവരുടെ ജോലി, SIയുടെ ജോലി, ആ ഉദ്യോഗസ്ഥൻ്റെ ജോലി. ആ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടുമ്പോൾ കൊടുക്കണം. പക്ഷേ എന്തിനാ പ്രൊട്ടക്ഷൻ? ഇത്രയും വലിയ കുറ്റം ചെയ്തുകൊണ്ടല്ലേ പ്രൊട്ടക്ഷൻ്റെ ആവശ്യമുള്ളൂ. ഡീൻ ഒരിക്കൽ പോലും നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടില്ല. ഡീൻ നൽകുന്ന വിശദീകരണം മുഴുവൻ കള്ളമാണെന്നാണ് കുടുംബം പറയുന്നത്. ഡീൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധ കള്ളമാണ്. ഡീൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പറയുന്നതെല്ലാം ശുദ്ധ കള്ളമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൊലപാതകം മൂടി വെച്ചതിന് പൂർണ്ണ ഉത്തരവാദിത്വം ഡീന. ഇത് തെളിവ് നശിപ്പിച്ചവരും ഡീന. അവർ പറയുന്നു ബാത്റൂമിൽ തൂങ്ങി നിന്നിട്ട് കൊണ്ടുപോയിന്ന്. ബാത്റൂമിൽ തൂങ്ങി നിന്ന് ആരാ കണ്ടത്? അതിൻ്റെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, അവർ അഴിച്ചെടുത്തോണ്ട് പോയി. ഒരു ഫോട്ടോ എടുക്കാത്തത് അത് പോലീസ് ഉദ്യോഗസ്ഥൻ വന്നല്ലേ ആ ഡെഡ് ബോഡി അഴിക്കേണ്ടത്. ഇവരെന്തിനാ അഴിച്ചുകൊണ്ട് പോയത്? ബാത്റൂമിൽ തൂങ്ങി നിൽക്കുമെന്ന് പറഞ്ഞ് ചവിട്ടിപ്പൊളിക്കുമെന്ന് പറഞ്ഞ് അവർ തന്നെയാണ് എല്ലാം പറയുന്നത്. ഇതിലെന്താ ഒരു തെളിവ്? ഒരു തെളിവുമില്ല. അവർ ബാത്റൂമിലും കെട്ടി തൂക്കിയിട്ടില്ല. ഞാൻ പറയുന്നത് ബാത്റൂമിലും കെട്ടി തൂക്കിയിട്ടില്ല. റൂമിനകത്തിട്ട് അവർ കൊന്നു, ആശുപത്രി കൊണ്ടുപോയി. ഈ ഡീൻ ഉൾപ്പെടെ അതിന് കൂട്ടാണ്. കാര്യമെന്ന് പറഞ്ഞാൽ 3 ദിവസം വരെ അവിടെ ഇത്രയും കൊടിയ പീഡനം നടത്തിയിട്ട് ഇതിൻ്റെ അകത്തും റൂമിനകത്തും റൂമിന് പുറത്തും ഷട്ടിൽ കോർട്ടിൻ്റെ അതിനകത്തും എല്ലാ ഏരിയയിലും വെച്ചിട്ട് ഇത്രയും പീഡനം ഏൽപ്പിച്ചിട്ട് ഡീൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഡീൻ്റെ റൂം തൊട്ടടുത്താണ്. അസിസ്റ്റന്റ് വാർഡൻ്റെ റൂമും അവിടെ തന്നെയാണെന്ന് പറയുന്നു. ഈ ഡീൻ വാർഡനും കൂടെ. ഒരു വാർഡനായിട്ടുള്ള ആൾക്ക് ഇത് കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഇത് 1 മണിക്കൂർ കൊണ്ട് നടന്ന സംഭവമല്ല, 2 മണിക്കൂർ നടന്ന സംഭവമല്ല. 3 ദിവസം അവൻ്റെ ശബ്ദം വരെ ആ ഏരിയയിൽ മുഴങ്ങിക്കേട്ടെന്ന് എല്ലാവരും പറയുന്നത്. ഡീന് ശക്തമായ പങ്കുണ്ട്. ആ ഡീൻ ഇതിന് മൂടി വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ശുദ്ധ കള്ളമാണ് ഡീൻ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രതികളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയപ്പോൾ പോലും ചില CPI നേതാക്കൾ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, മുൻ MLA അടക്കം ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്ന വിവരങ്ങളാണ്. അതിനോടുകൂടി ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ എന്താണ് പ്രതികരിക്കുന്നത്? അതെ, ഞാനിത് തുടക്കം മുതലേ പറഞ്ഞല്ലോ, ഈ പ്രതികളെല്ലാം അവർ തന്നെയാണ് സംരക്ഷിക്കുന്നതെന്ന് ആദ്യം മുതലേ പറഞ്ഞു. എനിക്ക് അതിനൊന്നും കൃത്യമായിട്ട് തെളിവും കാര്യമൊന്നും ആവശ്യമില്ല. എല്ലാവരും നേതാക്കന്മാരാണ്. ഞാൻ പറഞ്ഞു ഇത്രയും ലേറ്റാവണം, പ്രതികളെ പിടിക്കാൻ വേണ്ടി ഇത്രയും ലേറ്റാവുന്നു. പിടിക്കുന്നുവെങ്കിൽ അവരെ ഓഫീസിൽ നോക്കൂ, CPM ഓഫീസിൽ പോയി നോക്കൂ. ഞാൻ പറഞ്ഞായിരുന്നു. അതുപോലെ സംഭവിച്ചില്ലേ? മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോകുമ്പോഴും CPM നേതാവാണ് കൊണ്ട് പ്രൊട്ടക്ഷന് കൊണ്ട് പോകുന്നത്. അവർ കൊണ്ടുവന്നു, അവർ കൊണ്ട് കാണിക്കുമ്പോൾ അവരെ സംരക്ഷണയിൽ വേണം മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പോലീസിൻ്റെ കൈ കൊടുക്കാനായിട്ട്. അവരെ ഉപദ്രവിക്കില്ലേ, അവരൊന്നും ചെയ്യില്ലേ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. അതുകൊണ്ടാണല്ലോ CPM നേതാവ് പോയത്. ഇവർ സംരക്ഷിക്കില്ല എന്ന് ആദ്യമേ പറഞ്ഞല്ലോ. സംരക്ഷിക്കില്ല എന്ന് പറഞ്ഞെങ്കിൽ എന്തിനാണ് നേതാവ് അവിടെ പോയത്? മജിസ്ട്രേറ്റിൻ്റെ അവിടെ എന്തിനാണ് നേതാവ് പോയത്? സംരക്ഷിക്കില്ല എന്ന് പറഞ്ഞാൽ അവരങ്ങ് വിട്ടേക്കണം. എത്ര വലിയ SFI നേതാവാണെങ്കിൽ അവരങ്ങ് വിട്ടേക്കുക, അവരങ്ങ് നോക്കിവിട്ടെ. അവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കിവിട്ടെ. അങ്ങനെ ഒരു നിലപാട് എന്തുകൊണ്ട് അവരെടുത്തില്ല?